Hello students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് IAS 12 ടാക്സേഷൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. സോ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു നിർത്തിയത്. സോ നമുക്ക് ആ പ്രോബ്ലം തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ആ പ്രോബ്ലത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. സോ നമുക്ക് പ്രോബ്ലം നോക്കാം. UCO's trial balance show a debit balance of 2.1 million brought forward on current tax and a credit balance of 5.4 million on deferred tax. The tax charge for the current year is estimated at 16.2 million and the carrying amounts of net assets are 13 million in excess of their tax base. The income tax rate is 30%. What is the amount of income tax recognized in the statement of profit or loss of UCO for the year? സോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സോ യുകോൻ്റെ ട്രയൽ ബാലൻസിൽ ഒരു ഡെബിറ്റ് ബാലൻസ് ഓഫ് 2.1 മില്യൺ ബ്രോട്ട് ഫോർവേഡ് ഓൺ കറണ്ട് ടാക്സ് എന്ന് അവിടെ പറയുന്നുണ്ട്. സോ ഡെബിറ്റ് ബാലൻസ് ഓഫ് കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അണ്ടർ പ്രൊവിഷനാണ്. അണ്ടർ പ്രൊവിഷനെയാണ് നമ്മൾ ഡെബിറ്റ് ബാലൻസ് ഓഫ് കറണ്ട് ടാക്സ് എന്ന് അവിടെ പറയുന്നത്. നേരെ മറിച്ച് ഡെബിറ്റ് ബാലൻസ് അല്ല, ക്രെഡിറ്റ് ബാലൻസ് ആണ് അവിടെ പറയുന്നതെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഓൺ കറണ്ട് ടാക്സ് എന്നാണ് അവിടെ പറയുന്നതെങ്കിൽ അതൊരു ഓവർ പ്രൊവിഷനാണ്. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് ബാലൻസ് ഓൺ കറണ്ട് ടാക്സ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ഓൺ കറണ്ട് ടാക്സ് ഈസ് ആൻ അണ്ടർ പ്രൊവിഷൻ. അണ്ടർ പ്രൊവിഷനെ നമ്മൾ എന്താണ് ചെയ്യുക? ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 5.4 മില്യൺ ഓൺ ഡെഫേർഡ് ടാക്സ്. അതായത് ഡെഫേർഡ് ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 5.4 മില്യൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ ടാക്സ് ചാർജ് ഫോർ ദ കറണ്ട് ഇയർ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 16.2 മില്യൺ. അതായത് ഇക്കൊല്ലത്തെ കറണ്ട് ടാക്സ് എന്ന് പറയുന്നത് 16.2 മില്യൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് and the carrying amounts of net assets are 13 million in excess of their tax base. അതായത് നെറ്റ് അസറ്റ്സിൻ്റെ ക്യാരിങ് എമൗണ്ട് ടാക്സ് ബേസിനെ കാട്ടിലും 13 മില്യൺ എക്സസ് ആണെന്നാണ് അവിടെ പറയുന്നത്. സോ നമ്മൾ നേരത്തെ പഠിച്ചു, അതായത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്യാരിങ് വാല്യൂ ടാക്സ് ബേസിനെ കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരിക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരും. ആൻഡ് ഈ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻടു ടാക്സ് പേഴ്സൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ കിട്ടുക? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ദ ഇൻകം ടാക്സ് റേറ്റ് ഈസ് 30%. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ SOPL ഓഫ് യുകോ ഫോർ ദ ഇയർ? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് നമുക്ക് കറണ്ട് ടാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കറണ്ട് ടാക്സ് അവിടെ എന്താണെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? കറണ്ട് ടാക്സ് ഇസ് ഈക്വൽ ടു 16.2 മില്യൺ. ഇനി ഈ കറണ്ട് ടാക്സിൻ്റെ കൂടെ നമ്മൾ അണ്ടർ പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ടാക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതല്ല ഓവർ പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ടാക്സിൽ നിന്ന് നമ്മൾ ഈ ഓവർ പ്രൊവിഷൻ മൈനസ് ചെയ്യണം. സോ നമുക്കിവിടെ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ഈസ് എൻ അണ്ടർ പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എത്രയാണ് അണ്ടർ പ്രൊവിഷൻ അവിടെ വരുന്നത്? 2.1 മില്യൺ. ഈ 2.1 മില്യൺ നമ്മൾ കറണ്ട് ടാക്സിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ 16.2 മില്യൺ പ്ലസ് 2.1 മില്യൺ. സോ നമുക്കൊരു എമൗണ്ട് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അടുത്തത് നോക്കേണ്ടത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ഇൻക്രീസ് ആണോ അവിടെ വരുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ആണോ അവിടെ വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ എഴുതാം. സോ ഫസ്റ്റ് നമുക്ക് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വേണം. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു 5.4 മില്യൺ. സോ 5.4 മില്യൺ ആണ് ഡെഫേർഡ് ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. സോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ കാണാമെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു. സോ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നെറ്റ് അസറ്റ്സിൻ്റെ ക്യാരിങ് എമൗണ്ട് ടാക്സ് ബേസിനെ കാട്ടിലും 13 മില്യൺ കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 13 മില്യൺ എന്ന് പറയുന്നതാണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഈ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് പെർസെൻറ്റേജ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആ സമയത്ത് നമുക്ക് എന്താണ്? എത്രയാണ് എമൗണ്ട് കിട്ടുക?
13 million ഇൻറ്റു 30% ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടുന്നത്? 3900 കിട്ടും, വിച്ച് ഈസ് 3.9 million. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 5.4 million ആണ്, ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 3.9 million. അപ്പോൾ അവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നിരിക്കുന്നത്? 5.4 million നിന്നും ഇപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് 3.9 million ആയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? അവിടെ ഡിക്രീസ് ആണ് വന്നിരിക്കുന്നത്. എത്രത്തോളാണ് ഡിക്രീസ് വന്നിരിക്കുന്നത്? 1.5 million ആണ് അവിടെ ഡിക്രീസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1.5 million നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് അല്ലേ? ഈ എമൗണ്ടിൽ നിന്നും നമ്മൾ ഈ 1.5 million നമ്മൾ മൈനസ് ചെയ്യും. അതല്ല, ഇപ്പോൾ നേരെ മറിച്ച് നമുക്കൊരു ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ നമുക്കിവിടെ ഡിക്രീസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു എമൗണ്ടിൽ നിന്ന് ഈ 1.5 million മൈനസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ കിട്ടുന്നത് എമൗണ്ട്? 16.8 million ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. സോ 16.8 million ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യനിൽ റീവാല്യൂഷൻ സർപ്ലസിൻ്റെ കാൽക്കുലേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് റീവാല്യൂഷൻ സർപ്ലസിൻ്റെ കാൽക്കുലേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ: The trial balance of HCO at 31st March 2016 showed credit balance of 8 lakh on current tax and 2.6 million on deferred tax. A property was revalued during the year, giving rise to deferred tax of 3.75 million. This has been included in the deferred tax provision of 6.75 million at 31st March 2016. The income tax liability for the year ended 31st March 2016 is estimated at 19.4 million. What is the amount of income tax charge in the statement of profit or loss of HCO at 31st March 2016? Okay. അപ്പം എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ട്രയൽ ബാലൻസിൽ 31st March 2016 ഒരു ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 8 lakh ഓൺ കറണ്ട് ടാക്സ് ഉണ്ട്. സോ ക്രെഡിറ്റ് ബാലൻസ് ഓൺ കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അണ്ടർ പ്രൊവിഷൻ ആണോ ഇല്ലെങ്കിൽ ഒരു ഓവർ പ്രൊവിഷൻ ആണോ? ഓവർ പ്രൊവിഷൻ ആണ് അല്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഡെബിറ്റ് ബാലൻസ് ഓൺ കറണ്ട് ടാക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അണ്ടർ പ്രൊവിഷൻ ആണ്. അതല്ല, ക്രെഡിറ്റ് ബാലൻസ് ഓൺ കറണ്ട് ടാക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഓവർ പ്രൊവിഷനാണ്. സോ ഓവർ പ്രൊവിഷനെ നമ്മൾ എന്താണ് ചെയ്യുക? മൈനസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ആൻഡ് 2.6 million ഓൺ ഡെഫേർഡ് ടാക്സ്. സോ ഡെഫേർഡ് ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 2.6 million ആണ്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് എ പ്രോപ്പർട്ടി വാസ് റീവാല്യൂഡ് ഡ്യൂറിങ് ദി ഇയർ ഗിവിംഗ് റൈസ് ടു ഡെഫേർഡ് ടാക്സ് ഓഫ് 3.7 million. അതായത് അവിടെ ഒരു റീവാലുവേഷൻ നടന്നിട്ടുണ്ട് ആൻഡ് ആ റീവാലുവേഷൻ കാരണം ഒരു ഡെഫേർഡ് ടാക്സ് വരുന്നുണ്ട്. എത്രയാണ്? 3.75 million. സോ ഇവിടെ റീവാലുവേഷൻ കാരണം വരുന്ന ഡെഫേർഡ് ടാക്സിൻ്റെ എമൗണ്ട് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 3.75 million. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് റീവാലുവേഷൻ കാരണം വരുന്ന ഡെഫേർഡ് ടാക്സിൻ്റെ എമൗണ്ട് ഡയറക്റ്റ്ലി തരില്ല. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും പറയുന്നത്, അതായത് അവിടെ ഒരു റീവാലുവേഷൻ നടന്നിട്ടുണ്ട് ആൻഡ് ആ റീവാലുവേഷൻ കാരണം ഇത്രത്തോളം ഗെയിൻ വന്നു ആൻഡ് അവിടെ ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റീവാലുവേഷൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ ഈ ഒരു ടാക്സ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യണം. ആ സമയത്തായിരിക്കും നമുക്ക് ഈ റീവാലുവേഷൻ കാരണം വരുന്ന ഡെഫേർഡ് ടാക്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ഡയറക്റ്റ്ലി എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? This has been included in the deferred tax provision of 6.7 million at 31st March 2016. അതായത് ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 6.75 million ആണ്. ആൻഡ് ഈ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ, അതായത് ഈ 6.75 million ഉള്ളിൽ ഈ ഒരു റീവാലുവേഷൻ്റെ ഡെഫേർഡ് ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ടാണ് ഈ 6.75 million എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 6.75 million ആണ്. ഓക്കെ, ഇനി അടുത്തത് ദി ഇൻകം ടാക്സ് ലയബിലിറ്റി ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016 ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 19.4 million. അതായത് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത് 19.4 million ആണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ചാർജ് ഇൻ SOPL? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ കറണ്ട് ടാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് കറണ്ട് ടാക്സ് എത്രയാണ് അവിടെ തന്നിരിക്കുന്നത്? 19.4 million. ഈ കറണ്ട് ടാക്സിലേക്ക് നമ്മൾ അണ്ടർ പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. സോ നമുക്കിവിടെ എന്താണ്? ഓവർ പ്രൊവിഷൻ ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഓവർ പ്രൊവിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ കറണ്ട് ടാക്സിൽ നിന്ന് ഈ ഒരു ഓവർ പ്രൊവിഷൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യും. സോ 19,400 മൈനസ് 800 നമുക്ക് എത്രയാണോ കിട്ടുന്നത്? 18,600 കിട്ടും. ദാറ്റ് ഈസ് 18.6 million. ഓക്കെ, ഇനി അടുത്തത് അവിടെ വരുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ഇൻക്രീസ് ആണോ അല്ലെങ്കിൽ ഡിക്രീസ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് എഴുതാം. സോ ഫസ്റ്റ് ഡെഫേർഡ് ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഇസ് ഈക്വൽ ടു 2.6 million. ഇനി എത്രയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ ക്ലോസിംഗ് ബാലൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്? 6.75 million. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ പോലെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും മാത്രം ഇവിടെ കണ്ടാൽ പോരാ. വേറൊരു എമൗണ്ടും കൂടെ നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആ ഒരു എമൗണ്ടാണ് റീവാലുവേഷൻ സർപ്ലസ് കാരണം വന്ന ഡെഫേർഡ് ടാക്സ്. സോ റീവാലുവേഷൻ സർപ്ലസ് കാരണം വന്ന ഡെഫേർഡ് ടാക്സ് ഇവിടെ എത്രയാണുള്ളത്? ഇസ് ഈക്വൽ ടു 3.75 million. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫേർഡ് ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ഈ 3.75 million കൂടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്താണ്? അപ്പം നമുക്ക് അവിടെ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടും ക്ലോസിംഗ് ബാലൻസും, അതായത് ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസും തമ്മിലാണ് നമ്മളവിടെ കമ്പാരിസൺ നടത്തേണ്ടത്. സോ ഡെഫേർഡ് ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇസ് ഈക്വൽ ടു 2.6 million പ്ലസ് ഡെഫേർഡ് ടാക്സ് ഓൺ റിവാലുവേഷൻ ഗെയിൻ ഇസ് ഈക്വൽ ടു 3.75 million. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എത്രയാണ് കിട്ടുക? 6,350 കിട്ടും. ദാറ്റ് ഈസ് 6.35 million. ഇനി ഈ 6.35 millionഉം ക്ലോസിംഗ് ബാലൻസും തമ്മിലാണ് നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടത്. സോ ക്ലോസിംഗ് ബാലൻസ് ഇസ് ഈക്വൽ ടു 6.75 million. അപ്പം നമ്മളവിടെ നോക്കുന്ന സമയത്ത് 6.35 millionൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് ഇപ്പോൾ 6.75 million ആയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? ഒരു ഇൻക്രീസാണ് വന്നിട്ടുള്ളത്. എത്രയാണ് ഇൻക്രീസിൻ്റെ എമൗണ്ട്? 400. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ എമൗണ്ടിനെ നമ്മൾ നേരത്തെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച എമൗണ്ടിലോട്ട് ആഡ് ചെയ്യണം. ഇതൊരു ഇൻക്രീസ് ആയതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ ഒരു ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യും. സോ ഇൻക്രീസ് 400 ആണ് അവിടെ വന്നിട്ടുള്ളത്. സോ ഈ 400നെ 18,600ലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടലി എത്രയാണ് അവിടെ കിട്ടുന്നത്? 19,000 വിച്ച് ഈസ് 19 million. സോ 19 million ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ: The following information relates to an entity. First one, at 1st January 2018, the carrying amount of non-current assets exceeded their tax written down value by $850,000. Second one, for the year to 31st December 2018, the entity claimed depreciation for tax purposes of $500,000 and charged depreciation of $450,000 in the financial statements. Third one, during the year ended 31st December 2018, the entity revalued a property. The revaluation surplus was $250,000 and there are no current plans to sell the property. And fourth one, the tax rate was 30% throughout the year. What is the provision for deferred tax required by IAS 12 income tax at 31st December 2018? സോ നമ്മളുടെ അടുത്ത് ഈ ക്വസ്റ്റ്യനിൽ ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആൻഡ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. സോ 1st January 2018
carrying amount of non-current assets exceeded their tax return down value by $850,000. അതായത് ക്യാരിങ് വാല്യൂ ടാക്സ് ബേസിനെ കാട്ടിലും കൂടുതലാണ്. എത്രത്തോളം? $850,000. അപ്പോൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് ക്യാരിങ് വാല്യൂ ടാക്സ് ബേസിനെ കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരിക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരും അല്ലേ? ആൻഡ് ഈ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടും അല്ലേ? സോ നെക്സ്റ്റ് വൺ സെക്കൻഡിൽ എന്താണ് അവിടെ പറയുന്നത് നോക്കാം. ഫോർ ദി ഇയർ ടു 31st December 2018 ദ എൻറ്റിറ്റി ക്ലെയിം ഡിപ്രിസിയേഷൻ ഫോർ ടാക്സ് പർപ്പസസ് ഓഫ് $500,000 ആൻഡ് ചാർജ് ഡിപ്രിസിയേഷൻ ഓഫ് $450,000 ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ടാക്സ് അതോറിറ്റി ചാർജ് ചെയ്തത് $500,000 ആണ് ഡിപ്രീസിയേഷൻ. നേരെ മറിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ചാർജ് ചെയ്ത എമൗണ്ട് എത്രയാണ്? $450,000 ആണ്. സോ അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക? നമ്മൾ കുറച്ച് എമൗണ്ടാണ് ഡിപ്രീസിയേഷൻ അവിടെ ചാർജ് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ടാണ് നമ്മുടെ അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതെങ്കിൽ നമ്മുടെ ക്യാരിങ് വാല്യൂ ടാക്സ് അതോറിറ്റീൻ്റെ ക്യാരിങ് വാല്യൂവിനെ കാട്ടിലും കൂടില്ലേ? നമ്മൾ 450 ആണ് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തത്. പക്ഷെ നേരെ മറിച്ച് അവരെത്രയാണ് ചാർജ് ചെയ്തത്? 500. അപ്പോൾ നമ്മുടെ ആയിരിക്കും ഉറപ്പായിട്ടും ക്യാരിങ് വാല്യൂ കൂടുതൽ. സോ ഇഫ് ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ് എന്താണ് അവിടെ വരിക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വരും അല്ലേ? ഇനി തേർഡ് വൺ. During the year ended 31st December 2018, the entity revalued a property. The revaluation surplus was $250,000. There are no current plans to sell the property. So, അവിടെ ഒരു revaluation surplus വന്നിട്ടുണ്ട്. എത്രയാണ്? $250,000. സോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 3 എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. എന്നിട്ട് ഈ ടോട്ടലിൻ്റെ മുകളിൽ നമ്മൾ ഈ ടാക്സ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു $850,000 കൂടുതലാണ്. അതായത് ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. സോ $850,000 ആണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്യാരിങ് വാല്യൂ മൈനസ് ടാക്സ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കിട്ടും. അപ്പോൾ $850,000 ഓൾറെഡി അവിടെ എടുത്തെഴുതാം. അപ്പം $850,000. പിന്നെ അടുത്തത് ഡിപ്രീസിയേഷൻ ആണ്. സോ $500,000 മൈനസ് $450,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? $50,000 കിട്ടും. സോ അതവിടെ എഴുതാം. ഇനി അടുത്തത് റിവാലുവേഷൻ സർപ്ലസ് ആണ്. റിവാലുവേഷൻ സർപ്ലസ് എത്രയാണ്? $250,000. അതവിടെ എടുത്ത് എഴുതാം. സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ എമൗണ്ട് കിട്ടുന്നത്? 1150 കിട്ടും. ഈ 1150ൻ്റെ മുകളിൽ നമ്മൾ ഈ 30% അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അവിടെ കിട്ടുന്നത്? $3,475 കിട്ടും. സോ ഈ $3,475 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. സോ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഇവിടെ വന്നിരിക്കുന്ന ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ടാക്സ് പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നത്? ഡെഫേർഡ് ടാക്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ.